ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രൊമോ ഇടുന്നില്ലായിരുന്നു, അതും രാത്രി പ്രൊമോ ഇടുന്നില്ലായിരുന്നു. അപ്പം കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്നും കറക്റ്റ് ഒരു 9:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊമോയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല, നമുക്ക് നേരെ ഇനിയിപ്പോ വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ പ്രൊമോ വിശേഷം നിങ്ങൾ ജനറൽ പ്രൊമോ കണ്ടു കാണും. അതിനകത്ത് കണ്ടിരിക്കുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നയനയെ കാണാൻ വേണ്ടി മൂർത്തിയും അതുപോലെ തന്നെ നമ്മുടെ വസന്തരയും, മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും കൂടെ വരികയാണ്. അപ്പോഴാണ് അറിയുന്നത് കരള് കൊടുത്തത് നമ്മുടെ നയനയാണെന്ന്. അപ്പൊ ആ ഒരു ഭാഗമാണ് അടുത്ത ആഴ്ചയിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അനാമികയുടെ കുറെ വെല്ലുവിളികളും, അനാമിക നമ്മുടെ അനന്തപുരി തറവാട്ടില് വന്ന് കുറെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതും, അതിന്റെ പിന്നാലെ രേവതിയും വേണുവും കൂടെ വരുന്നതും അവര് മൊത്തം ഒരു ദുരന്തമായിട്ട് തീരുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അനിയും നന്ദുവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ അത് തന്നെയായിരുന്നു നല്ലതെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന കുറെ നിമിഷങ്ങള്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ദേവയാനിക്ക് ഇപ്പോഴും അറിയില്ല ദേവയാനിയുടെ കരൾ തന്നത് നയനയാണെന്ന്. ഏതായാലും അത് തെളിയാനൊന്നും പോകുന്നില്ല കേട്ടോ. ഉടനെ ഒന്നും അടുത്ത ആഴ്ചയും തെളിയാനൊന്നും പോകുന്നില്ല. അതൊന്നും നമ്മുടെ ദേവയാനി അറിയാൻ പോകുന്നില്ല. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് നമ്മള് പ്രൊമോയിൽ കണ്ടത്. അപ്പൊ ഏതായാലും നമുക്ക് വിശദമായിട്ടുള്ള ആ ഒരു വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ നവ്യക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി. നേരെ നയനയെ ഫോൺ വിളിച്ചു. അപ്പൊ അവരിങ്ങനെ സംസാരിച്ചു. അതിനിടയിൽ നമ്മുടെ നവ്യ പറഞ്ഞു, എന്തുകൊണ്ടും നമ്മുടെ നന്ദു ആയിരുന്നു അനിക്ക് ചേരുന്നത്. കാരണം വേറൊന്നുമല്ല, അവന് സ്വസ്ഥതയും സമാധാനവും ഇല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു, അതും അനാമികയുടെ പ്രശ്നം തന്നെയാണ്. ഭർത്താവിനെ സ്നേഹിക്കുക, സ്നേഹത്തിലൂടെ വശത്താക്കുക, അതൊക്കെയാണ് ഒരു ഭാര്യ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ അനാമിക ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വെറുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി. വീണ്ടും ഹോസ്പിറ്റലാട്ടോ കാണിക്കുന്നത്. പിന്നെ അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ്. നമ്മുടെ ദേവയാനി കിടക്കുന്നു. ദേവയാനി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ആദർശ് അടുത്ത് ചെല്ലുകയാണ്. ആദർശ് അടുത്ത് ചെന്നിട്ട് അമ്മയ്ക്കിപ്പം ഭേദമായോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വീണ്ടും ആവർത്തിച്ച് ദേവയാനി ചോദിക്കുന്നത്, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മോനെ, പക്ഷെ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടീനെ എനിക്ക് കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുമ്പം എന്നെ നേരെ അനന്തപുരി തറവാട്ടിലേക്കല്ല മോനെ കൊണ്ടുപോകേണ്ടത്, ആ പെൺകുട്ടീനെ എനിക്കൊന്ന് കാണണം, ആ പെൺകുട്ടിയുടെ അടുത്തേക്കാണ് എനിക്ക് പോകേണ്ടത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, അതൊരിക്കലും സാധ്യമല്ലമ്മേ, ആ പെൺകുട്ടി പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടി ഒരിക്കലും ഇത് പുറത്തൊന്നും പറയരുത്, ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോൾ, പിന്നെ മോനെ ഞാൻ എങ്ങനെയാ എനിക്ക് ജീവൻ തന്നെ ആ കുട്ടീനെ ഞാൻ എങ്ങനെ കണ്ട് നന്ദി പറയും എന്ന് പറയുമ്പം അതിനൊക്കെ ഒരു അവസരം വരും. അപ്പൊ അമ്മ ആ പെൺകുട്ടീനെ കാണുമ്പോൾ നന്ദി പറയണം. നന്ദി പറയുക മാത്രമല്ല, അമ്മ സ്നേഹിക്കുകയും കൂടെ ചെയ്യണം എന്ന് പറയുമ്പോ, പിന്നെ ഞാൻ സ്നേഹിക്കാതെ സത്യത്തിൽ ഇപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്താണ് ആ കരൾ തന്ന പെൺകുട്ടിയെ എന്റെ മനസ്സിലുള്ളത്. ദൈവത്തിന് എത്രമാത്രം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുവോ അത്രമാത്രം ഞാൻ പ്രാധാന്യം ആ പെൺകുട്ടിക്കും കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയാ. അപ്പൊ നമ്മുടെ ആദർശം മനസ്സിൽ വിചാരിക്കുക, എന്റെ ഈശ്വര, ഞാനിതങ്ങ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നയനെ സ്നേഹിക്കുമായിരിക്കും എന്റെ അമ്മ, നയനയ്ക്ക് സ്നേഹം കൊടുക്കുമായിരിക്കും എന്റെ അമ്മ. പക്ഷെ നയന ഇത് പറയില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം എന്താ ഈശ്വര ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വിശേഷമൊക്കെ കഴിഞ്ഞിട്ട്, ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത്. നമ്മുടെ അനാമികയാണെങ്കിൽ അവിടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടാണ് കേട്ടോ. അതിന്റെ കൂടെ നമ്മുടെ ജലജയും ജാനകിയും കൂടുന്നുണ്ട്. അപ്പൊ നവ്യയോടുള്ള വെല്ലുവിളിയാണ്. നയന അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നവ്യയെ വെല്ലുവിളിച്ചുകൊണ്ട്, നവ്യനെ താറടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ നവ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാമിക. അങ്ങനെ ഇടയ്ക്ക് വന്ന് ഓരോ കുത്തി സംസാരിക്കുകയും, നിന്റെ ചേച്ചി ഇപ്പൊ ഏതായാലും നിന്റെ വീട്ടിലേക്ക് പോയല്ലോ, ഇനിയിപ്പൊ നിന്റെ ചേച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലടി ആദർശേട്ടൻ, ഇനിയിപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പോകുന്നില്ലടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ നവ്യനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നവ്യക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് പ്രതികരിക്കാൻ തോന്നും. നവ്യയെ അപേക്ഷിച്ച് നവ്യ പ്രതികരിക്കുകയും ചെയ്യും. അങ്ങനെ നവ്യ നമ്മുടെ അനാമിയോട് പറയുന്നുണ്ട്, ഇവിടെ ആരാണ് നല്ലതെന്നും ആരാണ് തെറ്റുകാരി എന്നൊക്കെ എല്ലാവർക്കും ഒക്കെ അറിയാം. ഏകദേശം കുറച്ചു പേർക്കൊക്കെ അറിയാം. അത് കൂടുതലും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം ആരാണ് ഇവിടെ നല്ലവളെന്നും ആരാണ് നല്ലവള് ചമഞ്ഞു നടക്കുന്നതെന്നും ഒക്കെ അറിയാം.
പിന്നെ എന്തിനാ അനാമിക നീ ഇവിടെ കിടന്ന് ഈ കൂത്ത് കാണിക്കുന്നത്? നീ നിന്റെ ഭർത്താവിനെ ആദ്യം നിന്റെ വരുതിയിൽ കൊണ്ടുവരാൻ നോക്ക. അല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ഭർത്താവ് കൈവിട്ട് പോകുന്നു പറയുമ്പം എന്റെ ഭർത്താവ് അങ്ങനെ കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ വേറെ ആരുടെ കയ്യിലാ ചെന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ അനിയത്തിയുടെ കയ്യിലല്ലായിരിക്കുവോ? നിന്റെ അനിയത്തിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലേടി നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അങ്ങനെ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയത്തിനെ ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നെങ്കിൽ ഒരു വിരൽ ഇങ്ങനെ ഞൊടിച്ചാൽ മതിയായിരുന്നു. ഞങ്ങളുടെ അനിയത്തി ഇവിടെ വന്നേനെ. പിന്നെ ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വെറും ഔദാര്യമായിട്ട് കണ്ടാൽ മതി. എന്റെയും നയനയുടെയും ആദർശേട്ടനെയൊക്കെ വെറും ഔദാര്യമായിട്ട്, പ്രത്യേകിച്ച് നന്ദുവിന്റെ ഔദാര്യമായിട്ട് കണ്ടാൽ മതി. നമ്മുടെ നന്ദു ഒന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ, എന്റെ നന്ദു ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പം നിന്റെ സ്ഥാനത്ത് ഈ വീട്ടിൽ നന്ദു ഇരുന്നേനെന്ന് പറയണം. അപ്പൊ ഇത് കേട്ടുകൊണ്ട് ജാനകി വരുവോ? ജാനകി വന്നിട്ട്, ഓഹോ അപ്പൊ നീ വെല്ലുവിളിക്കാൻ തുടങ്ങിയല്ലേ? അപ്പൊ നിന്റെ അടുത്ത ഉദ്ദേശം ഇവിടെ നന്ദുവിനെ കൊണ്ടുവരാൻ വേണ്ടിയാണോടി? എടി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, പറഞ്ഞല്ലോ. ഈ വീട്ടിൽ ഞങ്ങൾ കയറി വന്നതില് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മരുമകളാടി അനാമിക. അർഹതപ്പെട്ടവളാടി ഈ വീട്ടില് മരുമകൾക്ക് ആയിട്ട് അർഹതപ്പെട്ടവൾ അവള്. അല്ലാതെ ഒരിക്കലും നിന്നെ പോലെ ഒന്നും വലിഞ്ഞു കയറി വന്നവളല്ല. നീ കൂടുതൽ വെല്ലുവിളിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഇളയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇളയമ്മയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഇളയമ്മയ്ക്ക് അറിയാലോ, നയനയുടെ സ്വഭാവം നന്നായിട്ട് ഇളയമ്മയ്ക്ക് അറിയായിരുന്നുവല്ലോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇളയമ്മയ്ക്ക് തെറ്റിപ്പോയി. ഇളയമ്മ ചേർത്ത് പിടിച്ചോണ്ട് നടന്ന ഒരു മരുമകൾ തന്നെ ആയിരുന്നല്ലോ നയന. നയനയ്ക്ക് എപ്പോഴാ കുറവ് വന്നത്? ഇളയമ്മയുടെ മുമ്പില് നയനയ്ക്ക് കുറവ് വന്നത് ഒരേ ഒരു കാര്യത്തിന് മാത്ര, നന്ദുവും അനിയും തമ്മിലുള്ള പ്രശ്നം അപ്പോഴാണല്ലോ. അല്ലാത്തപ്പം നയന 100% പെർഫെക്റ്റ് ആയിരുന്നു ഇളയമ്മയ്ക്ക്. 100% പെർഫെക്റ്റ് പോലും. എടി അവൾ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെയും കുറെ പറ്റിച്ചു, എന്നെയും കുറെ കബളിപ്പിച്ചു. അവൾ അതല്ലേ എടി ചെയ്തതെന്ന് ചോദിച്ചപ്പം അങ്ങനെ ഇളയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇളയമ്മയുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ട് കിടന്ന് പ്രസംഗിച്ചാൽ മതി. പിന്നെ ഇളയമ്മ കണ്ണടച്ചുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഈ ഇരുട്ടത്തൂടെ നടക്കുമ്പോ പലതും കാണാൻ പറ്റാണ്ട് വരും. പക്ഷേ ഒരു ദിവസം വെളിച്ചം കണ്ണിൽ കേറുമ്പോ ഉണ്ടല്ലോ, ഇളയമ്മ എല്ലാം അറിയും. അന്ന് ഇളയമ്മ മനസ്സിലാക്കുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട. അവളുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാല് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ. അവളിപ്പോ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അഭിയുടെ വയറ്റിലല്ല, സോറി, നവ്യയുടെ വയറ്റിൽ അഭിയുടെ കുഞ്ഞു വളരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ ജലജയ്ക്കോ ഹബിക്കോ അവൾ ഒട്ടും ഇഷ്ടമല്ല. അവളുടെ അനിയത്തിനെ അതുപോലെ തന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ആദർശ് അവളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആദർശ് അവളെ തലേന്ന് താഴെ എടുത്തിട്ടും ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാനൊക്കെ കാത്തിരിക്കുന്നത്. അന്ന് ഈ വീട്ടിൽ നിന്ന് ഈ 2 ശല്യങ്ങള്, ഈ മാരണങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറയാണ്, അങ്ങനെ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇവിടെ നടിച്ചിറക്കാനുള്ള വഴി എനിക്കറിയാമേ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അച്ഛനോടൊന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ 2 അഹങ്കാരം കളിച്ച് നടക്കുന്ന 2 തല്ലിക്കൂട്ടി പെട്ടിക്കകത്ത് കയറ്റുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ജലജ ഇത് മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജലജ മനസ്സ് വിചാരിക്കുക, ഇവള് ചില്ലറക്കാരി അല്ലല്ലോ, ഇവള് ഞാൻ മനസ്സിൽ എന്ത് വിചാരിക്കുന്നോ അതൊക്കെ തന്നെയാണല്ലോ ഇവള് വിചാരിക്കുന്നത്. ഏതായാലും ഇവളുടെ കൂടെ കൂട്ടുകൂടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അനാമികയുടെ കൂടെ കൂട്ടുകൂടി നിന്നാല് നമ്മുടെ നവ്യ അറിഞ്ഞു കഴിഞ്ഞാല് നവ്യയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ പുറത്തു വിടും. അതുകൊണ്ട് പതുക്കെ ഇവളുടെ കൂടെ നിന്നാൽ മതി. നവ്യ അറിയാതെ വേണം ഇവളുടെ കൂടെ നിൽക്കാനെന്ന് ജലജ ഇങ്ങനെ മനസ്സിലൊക്കെ വിചാരിക്കുന്നു. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ മൂർത്തിയും വസന്തരയും കൂടെ ഒരു തീരുമാനം എടുക്കാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസങ്ങളായി നയനെ ആ വീട്ടിൽ തന്നെയാണല്ലോ. അപ്പൊ നയനെ കാണാഞ്ഞിട്ട് ഇവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പൊ നയനെ കാണാഞ്ഞിട്ട് അസ്വസ്ഥത ആയതുകൊണ്ട് തന്നെ നേരെ നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ്, നയനയെ കാണാൻ വേണ്ടി. അതും നമ്മുടെ ആദർശ് മേടിച്ചു കൊടുത്ത വീടൊക്കെ കാണണമല്ലോ. അപ്പം അവരുടെ ആ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയും തന്റെ കൊച്ചുമോളെ കാണാനൊക്കെ വേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നമ്മുടെ മൂർത്തി മുത്തശ്ശനും അതുപോലെ വസന്തരയും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഇവരോട് പറയാതെയാണ് കേട്ടോ. നയനയോടോ കനകദുർഗയോടോ നന്ദുവിനെ ഒന്നും അറിയിക്കാതെയാണ് ചെല്ലുന്നത്. ആരോടും പറയുന്നില്ല. നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ആരും അറിയുന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ചങ്ക് പൊട്ടി പോകുന്ന കാഴ്ചയാണ്. നമ്മുടെ നയന അവിടെ ബെഡ് റെസ്റ്റിൽ കിടക്കുകയാണല്ലോ. അപ്പൊ ഇവരാദ്യം കയറി ചെല്ലുന്നു. ആദ്യം കയറി ചെന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോ കനകദുർഗ കയറി വാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്. നയന എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നയനയെ കാട്ടിക്കൊടുക്കേണ്ട വരും. ഹോസ്പിറ്റലിലില്ല, അനന്തപുരിയിലില്ല. അപ്പൊ നയന ഉള്ളത് നയനയുടെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെയാണ് നയനയെ കാണാൻ വേണ്ടി വന്നത്. അപ്പൊ നയനയെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം മനസ്സിലാക്കൂലോ. അപ്പൊ ഇവര് പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ഏതായാലും നയനെ കാണിച്ചു കൊടുക്കാതിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നയനമോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു നയനേച്ചി അകത്തുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നയനമോളോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ, ഞങ്ങള് വന്നത് ഇതുവരെ അറിഞ്ഞില്ലേ.
അവൾ അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ വന്നത് അറിയുകയാണെങ്കിൽ അവൾ പെട്ടെന്ന് ഓടി വരേണ്ടതായിരുന്നല്ലോ, അവൾക്ക് അങ്ങനത്തെ കുറച്ച് മര്യാദകളൊക്കെ ഉള്ളതാണ് എനിക്കറിയാം, പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, എന്ത് പറ്റി, അവൾക്ക് വല്ല അസ്വസ്ഥതയോ പനിയോ വല്ല എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്ന് ബ്ലഡ് കൊടുത്തതിൽ പിന്നെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ നയന ഇറങ്ങി വരികയാണ്. അപ്പൊ നയനയെ കൊണ്ടുവരുന്നു. നയന വല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത്. നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും മനസ്സിലായി ഇത് ചില്ലറ കേസൊന്നും അല്ല, ഇത് ബ്ലഡ് കൊടുത്തിട്ടൊന്നും അല്ലെന്ന്. അങ്ങനെ എന്തു പറ്റി നയന മോളെ, നിനക്ക് എന്താ എന്താ നിനക്ക് പറ്റിയത്, സത്യം പറയാൻ പറയാണ്. ഈ മുത്തശ്ശനും മുത്തശ്ശിയോടും സത്യം പറയാത്ത എന്തിതാ നിനക്കുള്ളത്, ഞങ്ങളോട് മറച്ചു വെക്കാൻ മാത്രം നിനക്ക് എന്താ, നിനക്ക് ഞങ്ങളെ അപ്പൊ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ നീ ഇതൊന്നും പറയാത്തത്, നിനക്ക് എന്താ പറ്റിയത്, എന്താ മോളെ നിനക്ക് പറ്റിയത്, ഇനിയിപ്പൊ ഞാൻ വിഷമിക്കുന്നു പറഞ്ഞിട്ടാണോ, മോൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ, മോള് പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ നയന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇത് കേട്ടിട്ട് വല്ലാത്ത ഷോക്കായി പോവുകയാണ് വസന്തരയ്ക്കും, അതുപോലെ തന്നെ നമ്മുടെ മൂർത്തി മുത്തച്ഛനും. ഏതായാലും ഇത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും എന്റെ മരുമകൾ ഇതൊക്കെ അറിയുന്നില്ലല്ലോ, എന്റെ മരുമകള് അവളുടെ മരുമകളുടെ മനസ്സ് എന്താണെന്ന് അറിയുന്നില്ലല്ലോ, അവൾ ഇതിനൊക്കെ അനുഭവിക്കും, അവൾ ഇതിനൊക്കെ അനുഭവിച്ചിരിക്കും, അല്ലാതെ എവിടെ പോകാനാണ്, അല്ലെങ്കിൽ ഈ സത്യങ്ങൾ അവൾ അറിയണം, അവൾ അറിഞ്ഞിട്ടും അവൾ നിന്നെ വീണ്ടും വെറുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവളൊരു മനുഷ്യ സ്ത്രീ അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. മോൾ എന്തിനാണ് ഇത് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഇതൊന്നും വെളിയിൽ വിടണ്ട മുത്തശ്ശ, ഇപ്പോഴിതൊന്നും പറയണ്ട, അമ്മയുടെ കണ്ടീഷനൊക്കെ ശരിയാകട്ടെ, അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സ്നേഹമല്ല എനിക്ക് വേണ്ടത്, ഒരു ഔദാര്യമല്ല എനിക്ക് വേണ്ടത്, അതും എന്താ പറയാ ഒരു നന്ദിയല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് ഒരു യഥാർത്ഥ ഒരു മരുമകളെ അമ്മ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ ഒരു സ്നേഹം എനിക്ക് വേണ്ടത്, അല്ലാതെ ഒരിക്കലും പകരത്തിന് പകരമായിട്ടൊരു സ്നേഹമല്ല. അതുകൊണ്ട് അമ്മ എന്നെ എന്ന് മനസ്സിലാക്കുന്നോ, എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നോ അന്ന് അമ്മ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി, അല്ലാതെ അമ്മ ഒരിക്കലും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാണ് വിടുന്നത് അവിടെ നിന്ന്. നമ്മുടെ മൂർത്തി മുത്തശ്ശനും വസന്തരയും നയനയെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനി ആയിക്കോട്ടെ വീണ്ടും വീണ്ടും നയനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ സീനുകളും, നയനയെ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല, അവളെ ഇനി ഒരിക്കലും തിരിച്ച് അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരരുത്, എന്റെ കൺമുമ്പിൽ പോലും അവൾ വരരുത് എന്നൊക്കെ പറയുന്ന കുറെ സീനുകളൊക്കെ ഉണ്ട്. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നാളത്തെ വിശേഷം പറഞ്ഞിട്ടില്ല. നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാല് ഇന്ന് പറഞ്ഞതിന്റെ ബാലൻസ് അത് ആദ്യ തുടക്ക ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക. എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ 2 ദിവസം 3 ദിവസമായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശേഷ ദിവസങ്ങളൊക്കെ ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ടായിരുന്നു കുറച്ച് തിരക്കിലൊക്കെ. പരമാവധി ഞാൻ ശ്രമിച്ചിരുന്നു വീഡിയോസ് ഒക്കെ ഇടാന്. ഫുൾ വിശേഷം മാത്രമാണ് ഇടാൻ പറ്റിയിരുന്നത്, അതും കുറച്ച് ലേറ്റ് ഒക്കെ ആയിട്ടായിരുന്നു. ഇന്ന് നമ്മൾ കറക്റ്റ് 7:30 നയനയുടെയും ആദർശിന്റെയും കഥ ഇടുന്നത്. രേവതിയുടെയും സച്ചിയുടെയും കഥ 6:53 നാളെ മുതൽ ആ കറക്റ്റ് സമയത്ത് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി പുതിയ ചാനൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ചാനലിനകത്ത് നമ്മൾ ഇനിയിപ്പം വേദയുടെയും വിക്രത്തിന്റെയും കൂടെ കഥ ചെയ്യുന്നുണ്ട് കേട്ടോ. നാളെ മുതൽ അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷങ്ങളാണ് അതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പം വേദയുടെയും വിക്രമിന്റെയും കഥ ഫുൾ വിശേഷം അതിൽ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആ ചാനൽ കിട്ടണമെങ്കിൽ ഒന്ന് റിയൽ സ്റ്റോറി എന്നടിച്ചിട്ട് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുടെ പേരുണ്ടല്ലോ, ആ പേരും കൂടെ ഒന്ന് അടിച്ചു നോക്കിയാൽ നമുക്ക് നേരെ ആ ഒരു ചാനലിലേക്ക് ചെല്ലാവുന്നതായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ടാറ്റാ, ബൈ ബൈ.